ഹൈ ടീം ഫ്രണ്ടിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സാധട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു പ്ലാസ യൂസർ കാർ ഷോറൂമിലാണ്. നമ്മളിവിടെ വരാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ച് നാളായി ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ മോഡലും വണ്ടികളുണ്ട്. രാഹുൽ ബ്രോ നമ്മുടെ കൂടെ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടുത്തെ കോൺടാക്ട് നമ്പറും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഉണ്ടായിരിക്കും. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. രാഹുൽ ബ്രോ നമസ്കാരം. വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലെ. ആദ്യത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് വാഗനർ 2016 മോഡൽ അല്ലേ. ഓക്കെ, ടോപ്പൻഡ് ആണ് അല്ലേ. ഓക്കെ, നല്ല അടിപൊളി ടയറുകളൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 16 VXi 16 ഇതില്ലേ ഫുൾ ഓപ്ഷൻ പറഞ്ഞ 70,000 കിലോമീറ്റർ അല്ലേ. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ, സർവീസ് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും. ലോൺ കിട്ടില്ല നമുക്ക്, ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് ചെയ്തുകൂടെ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. KL59. ഇത് നമുക്ക് എങ്ങനെ പറയണേ? 3,70,75,000 കേട്ടോ. നമുക്ക് ഓൺ ടേബിൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അടുത്തേക്ക് ഒന്ന് പോവാം. ഓൾട്ടോ 2011 കേട്ടൻ LXi ഫ്രണ്ട് ആൻഡ് പവർ വിൻഡോ വരും. പവർ വിൻഡോ വരില്ല. ഓക്കെ, VXi LXi ഇല്ല അല്ലെ. ഇല്ല. ഓക്കെ കേട്ടോ. പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC ന്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല. മേജർ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബോണറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഗ്ലാസിനൊന്നും പ്രശ്നം വന്നില്ലല്ലോ. ഓക്കെ, ഇതിനെങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? ഫസ്റ്റ് ഓണർ. ഓട്ടം പറഞ്ഞേ? ഇത് 1,02,000 1.2 ഓടിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. എത്ര പറഞ്ഞേ? 1.60 ആണ് കേട്ടോ ആസ്കിംഗ് പ്രൈസ്. ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക. ലോണും കിട്ടില്ലേ? ലോൺ കിട്ടും. ഇതോ 2015 ഓൾട്ടോ 800 ആണ്. 15 മോഡൽ അല്ലേ. സിംഗിൾ ഓണർ. എല്ലാ വണ്ടികളും പഠിപ്പിച്ച സിംഗിൾ ഓണർ ആണല്ലോ. നല്ല ടയറുകളാണല്ലേ. ടയറുകളൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. ഹിസ്റ്ററി ഉണ്ട് അല്ലേ. അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ അല്ലേ. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC. വണ്ടി നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സിംഗിൾ ഓണർ ആണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പില്. എത്ര പറയണേ? 2,25,000 കേട്ടോ. നമുക്ക് ലോൺ എല്ലാം കിട്ടും, എക്സ്ചേഞ്ച് കിട്ടും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടുത്ത ഒരു മൈക്രോണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ. CVT. ഓക്കെ, അത് ടോപ്പ് എൻഡ് ആണോ? ഇതിന്റെ ടോപ്പ് എൻഡ്. മേജർ ആയിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. സിംഗിൾ ഓണർ. 1,25,000. ഇതേതാ? ഡീസലാ പെട്രോൾ ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക് നോക്കണവർക്ക് ഒരു ഓപ്ഷൻ എത്ര പറയണേ? 3,70,75,000 ആണ് കേട്ടോ ആസ്കിംഗ് പ്രൈസ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് MIസോ? സെപ്റ്റംബർ വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും അപ്പൊ സിംഗിൾ ഓണർ തന്നെ. കമ്പനി വാറന്റി. VX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്. വയർലെസ് ചാർജർ ഒക്കെ വരും. ഇതാണ് ടോപ്പ് എൻഡിന്റെ. ഓക്കെ, ഇതും സിംഗിൾ ഓണർ അല്ലേ. 5 വണ്ടി കണ്ടത് നമ്മുടെ സിംഗിൾ ഓണർ ആണ്. അതെ, സിംഗിൾ ഓണർ വണ്ടി മാത്രം നോക്കി നമ്മൾ എടുക്കും. നല്ല അടിപൊളി ടയറുകളാണ് കേട്ടോ. ഇതും 5 വർഷം വാറന്റി ഉണ്ട് അല്ലേ. എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു സ്ക്രാച്ചും ഇല്ല, അതുമില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. MIs ഇതിലത്തെ ഫുൾ ഓപ്ഷൻ ആണ്. 12,20,000 രൂപ വില വരുന്ന വണ്ടിയാണ്. 12,20,000 വരും അല്ലേ. ഓക്കെ, ഇതിന് എത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ? എത്ര? 895 നമ്മൾ ഇട്ടേക്കണ റേറ്റ്. അതും ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക. അത് ലോണൊക്കെ പാസ് ആവണോ? ലോണൊക്കെ എത്ര നമുക്ക് കയറില്ല? ഫുൾ ലോൺ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തേക്ക് പോകണം. ഇതുണ്ടോ? 2010 മോഡലാണ്. 10 മോഡൽ ഡീസൽ ആണ് അല്ലേ. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, പവർ വിൻഡോ, ഫ്രണ്ട് ഡോർ, മ്യൂസിക് സിസ്റ്റം വരും. ഓണർഷിപ്പ് ഒക്കെ 2 3 കേട്ടോ. അപ്പൊ ആ പഴയ മോഡൽ വണ്ടി കാരണമാണ്. വണ്ടി മേജറായിട്ട് ഉള്ള കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എന്താ പറയണേ അതിന്? 1.15 അല്ലേ. 1,15,000 ആണ് കേട്ടോ ആസ്കിംഗ് പ്രൈസ്. ഡയറക്റ്റ് വരാം. ഫോർഡ് ഫിഗോ 10, 22, 23 മൈലേജ് കിട്ടും. നമുക്ക് ഇതിലേക്ക് പോയാലോ?
21 ഹെക്ടർ ഡീസലാണ് വരുന്നത്. ഡീസലാണ് അല്ലേ? മാനുവല് ടോപ്പിന്റെ അല്ല, ആ. അതിന് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന മോഡലാണ്. ഓക്കെ. സൺറൂഫ് വരില്ല, ബാക്കി അലോയ്സ് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും വരും അല്ലേ? വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലാണ്. 5 year കമ്പനി വാറണ്ടി, എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ? ഇതിനെന്താ എക്സ്പെക്ട് റേറ്റ്? 12,90,000 ആസ്കിങ് ചെയ്യുന്നതാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പൈസ 12,90. ബാക്ക് ആക്സിഡന്റ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതുണ്ടോ നമുക്ക്? ഇത് ഇങ്ങനെയാ? 2019 മോഡല് നിസാൻ ടെരാനോയില് 85 ടോപ്പ് എൻഡ് എക്സൽ പ്ലസ്. 2019 മോഡൽ. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സബ് ഊഫർ ആംബ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അല്ലേ? ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ആണ്. കിലോമീറ്റർ 82,000. 82,000. ഡീസലാണോ ഇത്? ഡീസൽ. ഇത് പെട്രോൾ ഉണ്ടോ അതിന്? ഇല്ലാലോ. പെട്രോൾ ഉണ്ട്, പക്ഷേ വലിയ വിജയമല്ല. ഏറ്റവും കൂടുതൽ പോകുന്നത് അവരുടെ ഡീസൽ വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓ 85 bhp ഉണ്ട് അല്ലേ? എങ്ങനെയാ പറയണേ? 7,60,000. മാക്സിമം ലോൺ ഇതിനും കിട്ടും നമുക്ക് കേട്ടോ. ഇതിനും കിട്ടും അല്ലേ? ഓക്കെ. ഇതോ? ഇത് കിയ സോണറ്റ്, 2 സോണറ്റ് ആണ്. ഒരു വൈറ്റ് ഒരെണ്ണം എടുക്കുന്നുണ്ട്, ഒരു റെഡ് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇത് GT ആവും അല്ലേ? GT ലൈനിൽ ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ ആണ്. ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ ആണ് അല്ലേ? അല്ല ഏറ്റവും ടോപ്പ് 22. അതെ. ഓക്കെ. സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്, ബോസിന്റെ പ്രീമിയം സൗണ്ട് ഹോൾ സിസ്റ്റം എല്ലാം ഉണ്ട്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? കമ്പനി വാറണ്ടി ഉള്ള വണ്ടി. 80,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി ആയിട്ട്. മേജറായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോ കിലോമീറ്റർ കുറച്ച് പറഞ്ഞ 80,000 കിലോമീറ്റർ കിട്ടുന്ന വേണ്ടിയാണ് കേട്ടോ. എങ്ങനെയാ ഇതിന് പറയുന്നത്? 12,20,000 അല്ലേ? ടോപ്പ് എൻഡ് അല്ലേ? ഓക്കെ. അതോ? അത് 2023 ലാസ്റ്റ് 1 ഇയർ ആവുന്നുള്ള വണ്ടി. 1000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ ആണ് അല്ലേ? ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ അല്ല. ഇതിനൊക്കെ എന്താ മൈലേജ് വരാം? അതിനൊക്കെ ഒരു 12-14 വരെ ഹൈവേയിൽ കിട്ടും. 15 താഴെ മൈലേജ് കിട്ടും. ഓക്കെ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എത്ര ലോക്കലായാലും 12,000 കുറെ കുറയില്ലല്ലോ അല്ലേ? 1 പോയിന്റ്. ഇത് ഏതാ? HTE ഒക്കെ K+ ആണ് അല്ലേ? ഇതിന്റെ മുകളിലല്ലേ HTX വരണേ? സൺറൂഫ് അല്ലേ? വരില്ല. 9,60,000 അല്ലേ? ഓക്കെ. 2 സോണറ്റ് ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം GT ലൈനും ടോപ്പ് എൻഡ് ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം HTK+ അല്ലേ? K+. ഇത് ഡീസൽ വണ്ടിയാണ്, അത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. രണ്ടും അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടികളാണ്. ഓക്കെ. ഇനി ഇതിലേക്ക് പോയാലോ? 2 ഓണർഷിപ്പിനാണ് വരുന്നത്. 85,000 കിലോമീറ്റർ. പിന്നെ റേറ്റ് വരുന്നത് 1,95. മേജറായിട്ട് പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിലേക്ക് വരുമ്പോഴോ? 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. നല്ല വെയിലുണ്ട് കേട്ടോ. കിലോമീറ്റർ വരുന്നത് 56,000. ഇതിന്റെ എത്രയായിരുന്നു? 85,000. 56,000. ഓരോ വേരിയന്റ് അല്ലേ വരണേ? 2 സെക്കൻഡ് ഓണർ തന്നെ. ഓക്കെ. ഇതിനെന്താ റേറ്റ് പറയണേ? 2,35. അതിനെത്ര പറഞ്ഞു നമ്മള്? അതെത്ര ഡിഫറെന്റ് വരണേ? 16 മോഡലുള്ളൂ. കിലോമീറ്റർ വൈസ് കുറച്ച് കൂടുതൽ. ഇതോ? 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ കുറവുണ്ട്. ഓക്കെ. ഇതിന് നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ അല്ലേ? പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് റിമോട്ട്, പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രലൈസ്ഡ് മ്യൂസിക് സിസ്റ്റം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതുണ്ടോ? ഇത് നിസാൻ ഓട്ടോമാറ്റിക് സെയിം നമ്മളവിടെ കണ്ടതിന്റെ അവിടെ നമ്മൾ ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ അല്ലേ? അതില് ഓട്ടോമാറ്റിക് പ്യൂർ CVT വരുന്നതാണ്. അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ മോഡല്? 2017 തന്നെ. 17. നല്ല വൃത്തിയായിട്ട്. ഓക്കെ. ഇവിടെ എടുക്കുമ്പോ ഇങ്ങനെ പൊടി പിടിക്കും അല്ലേ? ഡിമ്മാവും. ശരിയാവും. നല്ല ഒരു. ഓക്കെ. ഇത് 17 മോഡല് സിംഗിൾ ഓണർ. ഓടിയിരുന്നു. ഡീസല്, പെട്രോള്. വെറും 40,000 സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. 4,30,000 അല്ലേ? നല്ല അടിപൊളി ടയറുകളും കാര്യങ്ങളൊക്കെയാണ്. അലോയ്സ് ചെയ്തേക്കണേ. കുറച്ച് പ്രൊജക്ടുള്ള ടയറാണ് അല്ലേ? ഒരു ബോഡി കുറച്ച് നല്ല രസം കേട്ടോ കാണാൻ. ഇന്റീരിയർ ഒക്കെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ? എത്ര പറയണേ ഇതിന്? 4,30,000 കേട്ടോ പറയണേ. ഇതുണ്ടോ ഇന്നോവ?
ലാസ്റ്റ് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി 2016 മോഡലുള്ള ലാസ്റ്റ് കേരള വണ്ടി G4 8 സീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഗ്ലാസ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ട്. എല്ലാം കമ്പനിയിൽ തന്നെയാണ്. സീൽ എപ്പോഴും കുഴപ്പമൊന്നും കാര്യങ്ങളും കുഴപ്പമില്ല അല്ലേ? ഓക്കെ. വേറെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതില് ഫ്രണ്ട് രണ്ട് അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 8 സീറ്റർ ആണ് കേട്ടോ വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഡ്യുവൽ എയർ ബാഗ് 16 മോഡലുള്ള കാരണം വന്നിട്ടുണ്ട്. ബാക്കിൽ വൈപ്പർ, ഫോർച്യൂണർ വൈപ്പർ. ഇന്നത്തെ മൊത്തം വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഉൾഭാഗം നല്ല നീറ്റാണ്, താന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നോക്കാം ഇതിനെങ്ങനെയാ പറയുന്നത്? 11 രൂപ ലോൺ ചെയ്യാൻ പറ്റും. 12.90 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ. എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ. ഡയറക്റ്റ് സംസാരിക്കാം. ആ വണ്ടിയോ? അത് കറ്റ ഡീസൽ 2015 മോഡല് 1.6 ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ. ഓക്കെ. 1.6 ടോപ്പ് അല്ലേ? അതെ. ഇതില് നമുക്ക് ഒരു 20 ഒക്കെ കിട്ടും മൈലേജ്. 18 അല്ലേ? മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ? ഓക്കെ. ഓ ഓ. ഇത് ഓണർഷിപ്പ് ഒക്കെ 1,03,000 കിലോ കമ്പനി സർവീസ് ആണ് അല്ലേ? ഓക്കെ. എത്ര പറയണ അതിന്? 6,75,000 അല്ലേ? ഓക്കെ. നമുക്ക് അവിടെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഒരു കോമ്പസ് അല്ലേ? BS6 എഞ്ചിൻ 1.4 ടർബോ എഞ്ചിൻ വരുന്ന പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ. 1.5 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് നിങ്ങളല്ലേ? ഈ മാസം ലാസ്റ്റോട് കൂടി തീരും. ഓക്കെ. മേജറായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. മാനുവൽ അല്ലേ? 20,000 സർവീസ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഓക്കെ. അതിപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ടയറൊക്കെ നല്ല ടയറുകളാണ്. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെയില് ഭയങ്കര കേട്ടോ. അപ്പൊ ക്ലാരിറ്റിയിൽ ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എത്ര പറഞ്ഞ രാഹുൽ ബ്രോ? 11,90,000 അല്ലേ? നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് വരാം. ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതോ? സ്പോർട്ട് പ്ലസ്. അത് ആസ്റ്റർ തൊട്ടടിയിലാണ് എല്ലാം വരുന്നുണ്ട്. വരില്ല. ബാക്കി എല്ലാ ഓപ്ഷൻസും ഉണ്ട് അല്ലേ? സ്പോർട്സ് പ്ലസ് അല്ലേ? സ്പോർട്ട് പ്ലസ്. ഓക്കെ. സ്പോർട്സ് പ്ലസ്. ഓക്കെ. എത്ര പറയണതിന്? 93,000 കിലോമീറ്റർ അല്ലേ? എത്ര പറയണ സിംഗിൾ ഓണർഷിപ്പില്? 6,25 കേട്ടോ. റേറ്റ് വരാം. ഈ ഹോണ്ട സിറ്റിയോ? 2018 മോഡല്. ഡീസൽ അല്ലേ? പെട്രോൾ. ഓ, പെട്രോൾ ഓട്ടോമാറ്റിക്. അതിൽ ഏറ്റവും ടോപ്പ്. വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 18 മോഡൽ. സൺറൂഫ് ഒക്കെ ഉള്ള മോഡൽ അല്ലേ? 10 എയർ ബാഗ് ഒക്കെ ഉണ്ട്. ഓ. ഓണർഷിപ്പ് സിംഗിളാ പറഞ്ഞേ? എത്ര ഓടിയേക്കണേ? എത്ര പറയണതിന്? 9,90 അല്ലേ? നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടി. കാണാൻ നല്ല വൃത്തിയുണ്ട്. ഈ വണ്ടിയോ? 2019 ഫോർഡ് ഫിഗോ പ്ലസ് ഡീസൽ. ടൈറ്റാനിയം പ്ലസ് ഡീസൽ അല്ലേ? ഓക്കെ. 90,000 സിംഗിൾ ഓണർ. നെക്സ്റ്റ് സെപ്റ്റംബർ വരെ വരുന്നുണ്ട്. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്.
ഫുൾ ലോൺ കിട്ടി. ഫുൾ ലോൺ കിട്ടും. നമുക്ക് ഇതിന്റെ ഇപ്പോഴത്തെ ഫോർഡിന്റെ സർവീസും കാര്യങ്ങളും സർവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കസ്റ്റമർ ആണ്, അതിന്റെ സർവീസ് പാക്കേജ് ഉള്ള വണ്ടിയാണ്. ഉണ്ട് അല്ലേ? 2031 വരെ ഓൾറെഡി ഫോർഡ് ഇന്ത്യയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. 31 വരെ അല്ലെ? 31 വരെ കൊടുക്കുന്നുണ്ട്. നമുക്ക് പാർട്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എത്ര പറയണതിന്? 575 നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ്. അതിന് മാക്സിമം ലോണും കിട്ടും കേട്ടോ. നെഗോഷ്യബിൾ റേറ്റ് തന്നെയല്ലേ? ഓക്കെ. ഇതിലേക്ക് വരുമ്പോഴോ 2019 പോളോ GT ആണ്. GT ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ലാസ്റ്റ് വണ്ടി 2019 ലാസ്റ്റ് DSG ഗിയർ ബോക്സ് 1.2 ലിറ്റർ എഞ്ചിൻ PSI വരുന്ന എഞ്ചിനാണ്. അതിനുശേഷമാണ് ടോർക്ക് കൺവെർട്ടർ 1 ലിറ്റർ വന്നത്. DSG ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സെക്കൻഡ് ഓണറാണ് വരുന്നത്. 88,000 കിലോമീറ്റർ. കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? കാണിച്ചു കേട്ടോ. റീപ്ലേസ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഫുൾ സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലേ? GT ലൈൻ ആണോ? എത്രയാണ് പറയണേ? 8,75,000. ഓക്കെ. ഇതിലേക്ക് വരുമ്പോഴോ? സൺറൂഫ് വരുന്ന മോഡലാണ്, മാനുവൽ പെട്രോൾ. ഓക്കെ. അല്ല ടോപ്പ് ആണോ? ടോപ്പ് അല്ല, മിഡിൽ ഓപ്ഷൻ. ഓപ്ഷനിലും സൺറൂഫ് വരുന്നുണ്ട്. ഓപ്ഷൻ. അപ്പൊ 21 മോഡൽ 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഇന്ത്യയിലൊക്കെ നീറ്റ് തന്നെയാണ് കേട്ടോ. ഓട്ടോ എത്ര പറഞ്ഞത്? 25,000. ഓക്കെ. ഷെയ്ഡ് ഗ്രീൻ ആണ് അല്ലേ? ഓക്കെ. ഗ്രേ പോലെ തോന്നുന്നു. ഫോറസ്റ്റ് ഗ്രീൻ. അത് പുറത്ത് കിട്ടുമ്പോഴേ അറിയുള്ളൂ അല്ലെ? എത്ര പറയണതിന്? 7,60,000 അല്ലേ? ഓക്കെ. ഇത് നമുക്ക് ഉള്ളിലുള്ള വണ്ടി ഉണ്ട്? അത് ഇല്ല. ഓക്കെ. നമ്മുടെ കറക്റ്റ് രാവിലെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. കൊടുങ്ങല്ലൂര് ഇവിടെ DVSPയുടെ ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് റോഡിൽ തന്നെ റോഡിന്റെ കിഴക്കുവശത്തായിട്ട് നമ്മുടെ ഷോറൂം വരുന്നത്. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് പടിഞ്ഞാറൻ നടയാണ്. ഓക്കെ. നമ്മുടെ പ്ലാസ യൂസ്ഡ് കാർ ഷോറൂം ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം കാണിക്കാൻ പറ്റാത്ത വണ്ടികൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ, അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എല്ലാ റേറ്റും നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഒരുപാട് വണ്ടികളുണ്ട്. ലോൺ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്പർ വരുന്നത് നമുക്ക് 701 216 216. ബ്രാവോ. താങ്ക് യു കേട്ടോ. ഓക്കെ. ശരി.